മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലം കലാകൗമുദി, സമകാലിക മലയാളം വാരിക എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. മലയാള മാധ്യമരംഗത്തെ അതികായനായ എസ് ജയചന്ദ്രൻ നായർ നിരൂപകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അതുല്യ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു. പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ കഥയും നിർമ്മാണവും നിർവഹിച്ചു. എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണന് ഏറെക്കാലത്തെ അടുത്ത ബന്ധമുണ്ടാവുമല്ലോ എസ് ജയചന്ദ്രൻ നായരുമായി, അല്ലേ? അരുൺ, എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിരുന്നു സാറ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുത്തത് ജയേന്ദ്ര സാറാണ്. ഞാൻ 1992 അദ്ദേഹത്തെ കാണുന്നത്. ഒരു കവിതയുമായിട്ട് ഞാൻ കലാമന്ദിർ ഓഫീസിലെത്തുക ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ കവിത വാങ്ങിക്കുകയും ആ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആദ്യമായി കിട്ടിയത് 75 രൂപ പ്രതിഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന പ്രതിഫലം അതാണ്, 75 രൂപയാണ്. പിന്നീട് ഞാൻ കുറച്ച് ഫീച്ചറുകളൊക്കെ എഴുതിയിരുന്നു. അത് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു, പ്രസിദ്ധീകരിച്ചിരുന്നു. 1994 കലാമന്ദിൽ ഒരു വേക്കൻസി ഉണ്ടാകുമ്പം അദ്ദേഹം അത്ഭുതകരമായി എനിക്കിങ്ങ് അത് ഓഫർ ചെയ്യാം, താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. 750 രൂപയായിരുന്നു മാസശമ്പളം. 2 വർഷം ഞാൻ കലാമന്ദിൽ പ്രവർത്തിച്ചു. ഞാൻ ജേർണലിസ്റ്റ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല, ജേർണലിസം പഠിച്ചിട്ടുമില്ല. പക്ഷേ ജയേന്ദ്ര സാറിനെ കണ്ടതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഞാനൊരു എന്താ പറയുക, ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് മാറുന്നത്. 96 ഞാൻ പിന്നീട് ഏഷ്യാനെറ്റിലേക്ക് മാറി. ആ സമയം അദ്ദേഹം കലാമന്ദിയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ട് സമകാലിക മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രസിദ്ധീകരണം ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പാണ് അത് ഇറക്കിയത്. അതിപ്പോഴുമുണ്ട്, കലാമന്ദിയുമുണ്ട്. ആ പ്രസ്ഥാനത്തിലേക്ക് മാറി. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, എഴുത്തുകാരുമായിട്ടുള്ള ബന്ധം. മലയാളത്തിലെ ആധുനിക സാഹിത്യ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ എന്താ പറയുക, അതിന് വഴി തുറന്നു കൊടുത്ത എഡിറ്ററാണ് ജയേന്ദ്രൻ നായർ. അക്കാലത്ത് ഒ വി വിജയൻ്റെയും വി കെൻ്റെയും മുകുന്ദൻ്റെയും അങ്ങനെ ഉള്ള കടമനിട്ട് രാമകൃഷ്ണൻ്റെയും ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെയൊക്കെയുള്ള ആളുകളുടെ എല്ലാ രചനകളും വന്നിരുന്നത് കലാകൗമുദിയിലാണ്. പിന്നെ മലയാളി ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന MT വാസുദേവൻ നായരുടെ 2-ാം ഊഴം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കലാകൗമുദിയിലാണ്. കലാകൗമുദിയിൽ പത്രാധിപരായിരുന്ന ജയേന്ദ്രൻ നായരാണ് മാതൃഭൂമി പത്രാധിപരായ MT വാസുദേവൻ നായരുടെ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ എഴുത്തുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള സാർ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പൊതുപരിപാടിയിലും കാണാൻ കഴിയില്ല, ഒരു പൊതു ഇടങ്ങളിലും കാണാൻ കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുറിയിൽ മാത്രം ഇരുന്നുകൊണ്ട് വളരെ സ്വകാര്യമായി മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുറി ഒരു വലിയ സംഭവമായിരുന്നു. ആ മുറിയിലേക്ക് കേരളത്തിലെ എല്ലാ എഴുത്തുകാരും വന്നിരുന്നു. മൂപ്പർ കാര്യം കാണാൻ അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. എല്ലാ എഴുത്തുകാരോട് വരികയും പാതിരാത്രിയോളം തന്നെ ഇരുന്നിട്ട് ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്നില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേകമായ അടുപ്പം പുലർത്തിയിരുന്നില്ല. പക്ഷേ ഉടനീളം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട വ്യക്തിത്വമായിരുന്നു. വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ. ഒരു സാഹിത്യ അക്കാദമി പുരസ്കാരം ഒഴിച്ചാൽ നമ്മൾ വലിയ അലങ്കാരങ്ങളൊന്നും സമ്മാനിച്ചിട്ടുള്ള എഡിറ്റർ അല്ല ജയേന്ദ്രൻ നായർ എന്ന് പറയുന്നത്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ സത്യസന്ധതയും നിഷ്പക്ഷതയും അടയാളപ്പെടുത്തുന്ന കാര്യമാണ്. ആ അർത്ഥത്തിലൊക്കെ വലിയ സമ്പന്നമായൊരു മാധ്യമപ്രവർത്തന ജീവിതം നയിച്ചയാളാണ്. മലയാളത്തിൽ ഇന്ന് പ്രശസ്തരായിരിക്കുന്ന ഒട്ടുമിക്ക എഴുത്തുകാരുടെയും രക്ഷകർത്താവും വഴികാട്ടിയുമായിരുന്നു ജയേന്ദ്രൻ നായർ എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെയാണ് അവരുടെയൊക്കെ രചനകൾ മലയാളികൾ വായിച്ചത്, മലയാളികളിലേക്ക് എത്തിയത്. ആ അർത്ഥത്തിലെല്ലാം ഒരു നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അനാഡംബരമായി ലളിതമായി അദ്ദേഹം ജീവിച്ചു എന്ന കാര്യവും സന്തോഷകരമാണ്. 85-ാമത്തെ വയസ്സിൽ വിട പറയുമ്പോൾ നമ്മുടെ ഈ മാഗസിൻ കൾച്ചർ എന്ന് പറയുന്നൊരു കാര്യമുള്ളൂ, മാസികാ സംസ്കാരം, അതിന് തറക്കല്ലിട്ട, അത് പടുത്തുയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതൊരു വ്യക്തിപരമായ ദുഃഖമാണ് എനിക്കെങ്കിൽ കൂടിയും അത് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഭാഷയിലെ എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന ഒരു ദുഃഖമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാഗസിൻ എഡിറ്റർ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നതെന്ന് തന്നെയാണ് ഞാനും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയിട്ടും അറിയുന്ന കാര്യം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഈ പറഞ്ഞ പോലെ MT യുമായി ഭയങ്കര ബന്ധമുണ്ടായിരുന്ന എഡിറ്ററായിരുന്നു. ഇപ്പോൾ MT പോയി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പോയിരിക്കുന്നു. MT യുടെ പ്രധാനപ്പെട്ട നോവലുകൾ കലാകൗമുദിയിലാണ് വന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് സാഹിത്യവാരഫലമാണ്. കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലം കലാകൗമുദി കാത്തിരുന്ന് വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുതിയ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് പുതിയ കൃതികൾ, ലോകോത്തര കൃതികളെ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം പുതിയ എഴുത്തുകാരെ ചിലപ്പോൾ മുളയിലെ നുള്ളിക്കളയും, ചിലപ്പോൾ
ചിലപ്പോൾ വല്ലാതെ പ്രശംസിക്കും. അങ്ങനെയാണ് കൃഷ്ണനായരുടെ എഴുത്തുകൾ വരിക. അപ്പോൾ ഓരോ ആഴ്ചയിലും വരുന്ന ആ ലക്കം കാത്തിരിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ അച്ഛനെയൊക്കെ പുകഴ്ത്തിയിട്ട് പലപ്പോഴും ദേശാഭിമാനി എഡിറ്ററായിരുന്നു അദ്ദേഹത്തെ പുകഴ്ത്തി 2 വാചകങ്ങൾ എഴുതി ഞാൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതൊരു ആ തരത്തിൽ കലാകൗമുദിയെ ആ രൂപത്തിൽ വ്യത്യസ്തമാക്കിയിരുന്നത്. പിന്നീട് സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക എഡിറ്ററാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലാക്കി. പറഞ്ഞ പോലെ പൊതുരംഗത്തൊന്നും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം നിലപാടുകളിൽ ഉറച്ചൊരു വ്യക്തിയായിരുന്നെന്നും അങ്ങനെ ആൾക്കൂട്ടത്തിൽ അങ്ങനെ വരുന്ന ഒരാളല്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു എഡിറ്ററായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ഘട്ടം. 6.5 പതിറ്റാണ്ട് നീണ്ട എഡിറ്റർ ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. 57 അദ്ദേഹം കലാകൗമുദിയിലേക്ക് എത്തുന്നത് എന്ന് തോന്നുന്നു. ഞാനൊരിക്കലും ജയചന്ദ്രൻ നായർ സാറിനെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒറ്റപ്പാലം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എഴുതിയ എൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത് സമകാലിക മലയാളത്തിലാണ്. അപ്പോൾ ആ കഥ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ അറിയിപ്പ് ഒരു കവറിലിട്ട ഒരു കുറിപ്പായിട്ടാണ് വരുന്നത്. ഒരു ചെക്കുമുണ്ട്, 1000 രൂപയുടെ ചെക്ക്. ഇതോടൊപ്പം ഒരു ചെക്ക് അങ്ങനെ മനോഹരമായ കഥ വായിച്ചു. ആ മനോഹരമായ കൈയക്ഷരം ഒറ്റ വരിയിലാണ് ആ കുറിപ്പ് വരുന്നത്. ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത് എസ് ജയചന്ദ്രൻ നായർ സാറാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ കഥയും ജയചന്ദ്രൻ സാർ തന്നെ പ്രസിദ്ധീകരിച്ചു. 3ാമത്തെ കഥയും മാഷ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. 3 കുറിപ്പുകൾ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ അക്കാദമിക് ലൈഫിനും അപ്പുറം ഞാൻ ഇന്നും സ്വകാര്യമായി സൂക്ഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കത്ത് എന്ന് പറയുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ കത്തും മറ്റൊന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരയുമാണ്. ആ കഥ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അഭിമാനമായി ഏറെക്കാലം കൊണ്ടു നടന്നു. ഇപ്പോഴും അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുന്നു. അത് കഴിഞ്ഞൊരു ഘട്ടത്തിൽ ഞാനൊരു കഥയല്ലാത്ത ലേഖനം അയച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേധാ പട്കറുമായിട്ട് ഉള്ള എൻ്റെ ഒരു അനുഭവം, മേധാ പട്കറിൻ്റെ ഒരു സ്കൂള് ബഡ്വാനി എന്ന് പറയുന്ന മധ്യപ്രദേശിലെ കുഗ്രാമത്തിൻ്റെ ഭാഗത്തുള്ള ജീവൻശാല എന്ന് പറയുന്ന ഒരു അനൗപചാരിക വിദ്യാലയത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതി അയച്ചു കൊടുത്തു. ആ ലേഖനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ തിരികെ വിളിച്ചു. എന്നിട്ട് എന്നോട് ഫോണിൽ സംസാരിച്ചു. മേധാ പട്കറെ അടുത്ത തവണ നേരിട്ട് കാണുമ്പോൾ അന്വേഷണം അറിയിക്കണം, ഒന്ന്. 2ാമത്തത് ഒരു അഭിമുഖം എടുക്കാൻ പറ്റുമെങ്കിൽ കഴിയണം എന്ന് പറഞ്ഞു. അങ്ങനെ മേധാ പട്കറിന് സമകാലിക മലയാളത്തിന് വേണ്ടി മേധാ പട്കറെ ബഡ്വാനിയിൽ വെച്ച് ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖവും പിന്നീട് അച്ചടിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ആ നർമ്മദയെക്കുറിച്ച് ഒരു കവർ സ്റ്റോറി ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് സമകാലിക മലയാളത്തിന് വേണ്ടി ഒരു കവർ സ്റ്റോറി ചെയ്യുന്നതും ഈ ജയചന്ദ്രൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം. നിങ്ങളെ പിന്തുടരുന്ന ഒരു എഡിറ്ററാണ്. അതെ, നിരന്തരം. അപ്പം നമ്മളെ കൊണ്ട് സാധ്യമാവുന്നത് അദ്ദേഹം ചെയ്യും. എന്നാൽ അതേസമയം ഒരു കവിത അയച്ചു കൊടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. വളരെ കൃത്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗുരുതുല്യനാണ്. പക്ഷെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശബ്ദമായും കത്തിലെ വരികളായും മാത്രമാണ് എസ് ജയചന്ദ്രൻ നായരെ കണ്ടിരിക്കുന്നത്. ആ അനുഭവം വലിയ അഭിമാനത്തോടു കൂടി തന്നെ അത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയും ചെയ്യുന്നു. നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ബംഗളൂരുവിലായിരുന്നു ഏറെക്കാലം എന്നറിയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് രാവിലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് ഈ വിവരം അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും. സുജയ, ഉണ്ണിസാറിലൂടെയാണ്, ഉണ്ണിസാറിൻ്റെ ഒരു തുടക്കം ഉണ്ണിസാറ് പറഞ്ഞ് അറിയാം. അപ്പോൾ ഉണ്ണിസാർ എങ്ങനെയാണ് ഈ ടെലിവിഷൻ ജേർണലിസ്റ്റിലേക്ക് വന്നത് എന്നുള്ളത് ഉണ്ണിസാറിനെ ഫോളോ ചെയ്ത് വന്ന ഒരു ജനറേഷനാണ്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ണിസാറ് ഈ ഒരു ജേർണലിസ്റ്റിലേക്ക് വന്ന് അതിൽ ഡൽഹിയിലൊക്കെ ഉണ്ണിസാർ നിന്ന് ഈ ഒരു തുടർച്ചയായി ഒരു വാചകം പോലും റിപ്പീറ്റ് ചെയ്യാതെ ഉണ്ണിസാർ പറയുന്നത് അത് ഈ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലിറ്റററി ജേർണലിസം അല്ലെങ്കിൽ സാഹിത്യ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അത് ഒരുപാട് പേർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു ശാഖയല്ല. കാരണം തെറ്റില്ലാതെ ഒരു വാചകം ആവർത്തിക്കാതെ ഒരു കുറച്ചേറെ സമയം സംസാരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് അല്പമെങ്കിലും ഒരു സാഹിത്യത്തിൽ നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും എഴുതാനും പറയാനും ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു പിന്തുണ നമുക്കുണ്ടാകുന്നത് നമ്മുടെ വായനയിലൂടെയും നമ്മുടെ എഴുത്തിൻ്റെ ശൈലിയിലൂടെയും ഒക്കെയാണ്. അങ്ങനെ ആ ഒരു ലിറ്റററി ജേർണലിസം അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കലാകൗമുദി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ്. അതിനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ കവിത എപ്പോഴും ഈ വൃത്തനിബദ്ധമായിരിക്കണം എന്ന് പറയുന്നതിൽ നിന്ന് ഒരു പൊളിച്ചെഴുത്ത് കൊണ്ടുവരുന്നത് പോലെയാണ് ഈ സാഹിത്യത്തെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് പുതിയ അനുഭവങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് കഥകളെ അടക്കം മാറ്റണം. പല നിർദ്ദേശങ്ങളും, അതായത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ എഴുത്തുകാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ എങ്ങനെയാണ് ഈ പൂർണ്ണമായും ആളുകൾക്ക് ബോറടിപ്പിക്കുന്ന സാഹിത്യമാക്കി മാറ്റാതെ പുതിയ കാലത്തോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ മാറ്റണം എന്നുള്ള ചർച്ചകളും അദ്ദേഹം നടത്തിയിരുന്നു എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം മാറ്റത്തിന് തുടക്കമിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട ഒരു പത്രാധിപരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി
ഉപരിയായി നമുക്ക് കാലത്തോട് പറഞ്ഞു വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുതിയ തലമുറയോട് പറയാൻ പറ്റുന്നത്, ഉണ്ണിസാറിനൊക്കെ ഒരുപാട് അടുപ്പമുള്ള, ഉണ്ണിസാറും ഏകദേശം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലേക്ക് മാറി വരികയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. സാഹിത്യത്തിൽ ഇപ്പോൾ നോവലിലേക്കും അദ്ദേഹം കടന്നിരിക്കുന്നു, വൈജ്ഞാനിക സാഹിത്യത്തിനപ്പുറം. അപ്പോൾ അതിനൊക്കെ എസ് ജയചന്ദ്രൻ നായരെ പോലെയുള്ള ഒരു മഹത് വ്യക്തി ആദ്യം കൊടുത്ത ആ ഒരു പിന്തുണ അതെല്ലാ കാലവും ഉണ്ണിസാറിനൊക്കെ ഊർജ്ജമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആദരവും എല്ലാ പ്രണാമവും അർപ്പിക്കുകയാണ്. Meet the editors.